നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2026 ജനുവരിയിലെ ആദ്യ ആഴ്ച. ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട രണ്ട് തമിഴ് സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ഇളയ ദളപതി വിജയ് അവസാനമായി അഭിനയിക്കുന്ന ജനനായകൻ എന്ന ചിത്രവും, അതോടൊപ്പം തന്നെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായക സുധാ കൊങ്കരെ സംവിധാനം ചെയ്ത് ശിവകാർത്തികേയനും ജയൻ രവിയും ഒരുമിച്ചെത്തുന്ന പരാശക്തി എന്ന ചിത്രവും. ഇപ്പോൾ ഇതാ ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ ക്ലാഷ് റിലീസ് വെച്ചത് കൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരാധകർ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം തെറിവിളിയാണ്. വിജയ് നായകനായി എത്തുന്ന ജനനായകൻ എന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ട്രെയിലറിലെ ഒരു സീനിൽ AI ഉപയോഗിച്ച് ചെയ്ത ഒരു ഷോട്ടിൽ ജെമിനിയുടെ ലോഗോ വാട്ടർമാർക്ക് നീക്കം ചെയ്യാതിരുന്നത് വലിയ വിവാദമായിരുന്നു. ഇതേ തുടർന്ന് കടുത്ത വിമർശനവും പരിഹാസവുമാണ് അണിയറ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിലെ ആ ഷോട്ടിൽ നിന്നും ജെമിനി വാട്ടർമാർക്ക് ടീം നീക്കം ചെയ്തിരിക്കുന്നു. ദളപതി വിജയുടെ 33 വർഷം നീണ്ട ഐതിഹാസിക സിനിമാ ജീവിതത്തിന് വിരാമമിടുന്ന അവസാന ചിത്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ വലിയ കാത്തിരിപ്പായിരുന്ന ജനനായകൻ സിനിമയുടെ ട്രെയിലർ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി താരം പടിയിറങ്ങുന്ന ഈ ചിത്രത്തെ ഏറെ വൈകാരികമായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തെ നിരാശരാക്കുന്ന കാഴ്ചയാണ് സമ്മാനിച്ചിരിക്കുന്നത്. സിനിമയുടെ നിലവാരത്തെയും സാങ്കേതിക മികവിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ട്രെയിലറിലെ ഒരു രംഗത്തിൽ ഗൂഗിൾ ജെമിനി AIയുടെ വാട്ടർമാർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ഏറ്റവും വലിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ഏകദേശം 4000 കോടി രൂപ ബജറ്റിൽ ഒരുങ്ങുന്ന ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൽ അണിയറ പ്രവർത്തകർ കാണിച്ച അശ്രദ്ധ വിജയിയെ പോലൊരു സൂപ്പർ താരത്തിന് ലഭിക്കേണ്ട അന്തസ്സാർന്ന യാത്രയയപ്പിന് മങ്ങലേൽപ്പിച്ചു എന്നാണ് ഉയരുന്ന പ്രധാന പരാതി. ട്രെയിലറിന്റെ 23-ാം സെക്കൻഡിൽ വിജയ് തോക്ക് ലോഡ് ചെയ്യുന്ന ഒരു രംഗത്തിനു താഴെ വലത്തേ അറ്റത്താണ് ജെമിനി ലോഗോ വ്യക്തമായി കാണുന്നത്. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഇത്രയും വലിയൊരു സിനിമയിൽ ലളിതമായ ഒരു ഷോട്ടിനായി AI ഉപയോഗിച്ചതും അതിന്റെ വാട്ടർമാർക്ക് പോലും നീക്കം ചെയ്യാൻ മറന്നുപോയതും അണിയറ പ്രവർത്തകരുടെ അശ്രദ്ധയാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിനിമാ പ്രേമികൾ. ഇതുകൂടാതെ സിനിമ പ്രഖ്യാപിച്ചതു മുതൽ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആദ്യമേ തന്നെ തെലുങ്കിൽ പുറത്തിറങ്ങിയ ബാലയ്യയുടെ ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആണ് എന്ന വിവാദമായിരുന്നു ആദ്യമേ ഉയർന്നിരുന്നത്. പിന്നീട് ആ വിവാദങ്ങൾക്ക് തിരികൊളുത്തി എന്നോണം തന്നെ ചിത്രത്തിലെ ആദ്യ പോസ്റ്ററും പിന്നീട് വന്ന ഗാനങ്ങളുമൊക്കെ തന്നെ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്നുള്ള വാദത്തെ ശക്തപ്പെടുത്തി. ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ഇത് ഭഗവന്ത് കേസരിയുടെ ഒറിജിനൽ റീമേക്ക് ആണ് എന്ന അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ. ഇത് ആരാധകരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ സഹോദരിയെ ആർമി ഉദ്യോഗസ്ഥയാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു നായകനും അയാൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഭഗവന്ത് കേസരിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ കഥയോടൊപ്പം വിജയ് ലക്ഷ്യം വെക്കാൻ പോകുന്ന കുറച്ച് രാഷ്ട്രീയ ചുറ്റുപാടുകളും കൂടെ കോർത്തിണക്കി സിനിമയെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്താനാണ് വിജയ് ശ്രമിച്ചിരിക്കുന്നത്. ഒരിക്കൽ പ്രേക്ഷകർ കണ്ട് മുഷിഞ്ഞ ഒരു ചിത്രത്തെ വീണ്ടും റീമേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന എന്താവും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഒരു പരിധി വരെ വിജയുടെ അവസാനത്തെ സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം തന്നെ വലിയൊരു നിരാശയാണ് ഭഗവന്ത് കേസരി കൊടുത്തിരിക്കുന്നത്. 2023 കാലഘട്ടം വരെ വളരെ മോശം ചിത്രങ്ങൾ മാത്രം ചെയ്ത് ട്രോൾ മെറ്റീരിയലായി മാറിക്കൊണ്ടിരുന്ന ബാലയ്യയുടെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് ഭഗവന്ത് കേസരി. 2023 ശേഷം ബാലയ്യ ചെയ്ത ഒട്ടുമിക്ക സിനിമകളും വളരെ നന്നായിരുന്നു എന്ന് തന്നെ പറയാം. അതിലൊന്നാണ് ഭഗവന്ത് കേസരി. ഇതിനു മുൻപും വിജയ് ഇത്തരത്തിൽ പല സിനിമകളും അദ്ദേഹത്തിന്റെ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നുമെല്ലാം ഉൾക്കൊണ്ട കഥകളെ അദ്ദേഹം തമിഴിലേക്ക് മാറ്റി. പോക്കിരിയും ഗില്ലിയുമൊക്കെ അത്തരത്തിൽ പിറന്ന സിനിമകൾ തന്നെയാണ്. ഇതൊക്കെ തമിഴ്നാട്ടിലെ വലിയ സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രങ്ങൾ കൂടി തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാലയ്യ അഭിനയിച്ച ഭഗവന്ത് കേസരി തമിഴിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ അത് വിജയുടേതായ സ്റ്റൈലിലേക്ക് മാറ്റും. അതൊരു മെഗാ ഹിറ്റായി മാറുക തന്നെ ചെയ്യുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. എന്തായാലും ജനുവരി 9 തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രത്തെ നമ്മൾക്ക് കാത്തിരുന്ന് അറിയുക തന്നെ വേണം. ജനുവരി 9 ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.